ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണം എന്ന് അറിഞ്ഞുകൊണ്ട് അവരത് മാറി തുടങ്ങി. അങ്ങനെ ഒരു വലിയ സംഭവം ഇവിടെ കൊല്ലം. എങ്ങനെ അവരുടെ സംഘടനയോ ഒരു ഇന്റീരിയർ ഫ്രെയിം പുതിയത് നമുക്കൊക്കെ അറിയുന്നവർ തന്നെയാണ്. ഉടനെ അതിന് തീരുമാനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ബ്ലാസ്റ്റ് ചെയ്യപ്പെടും. സത്യല്ലേ, അതൊരു പ്രശ്നമാണ്. കാര്യം അതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു. ധാരാളം ആൾക്കാർ ഇതിനകത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എനിക്കൊന്ന് കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇന്റീരിയർ ഇന്ന് വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ട് തന്നെ എല്ലാവരും ചിന്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇന്റീരിയർ. നമ്മൾ തന്നെ അതിനെക്കുറിച്ചൊരു ഒരു എപ്പിസോഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പണ്ടത്തെ പ്രാധാന്യമല്ല ഇപ്പോൾ അല്ലേ. ഒരു വീടിൻ്റെ പോലെ തന്നെ അത്രയും ബഡ്ജറ്റ് ഇന്ന് ഇന്റീരിയർ മാറ്റി വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ട് എക്സ്റ്റീരിയർ ബ്യൂട്ടി ആയിരുന്നെങ്കിൽ ഇന്നത് മാറി വീടിൻ്റെ അകം മാക്സിമം ഭംഗിയാക്കി നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് മാറി. അതാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഒരു ഇൻറ്റീരിയർ ചെയ്യുന്ന നല്ല ഒരു ഫേമിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനിതാ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉത്തരം തരും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നൊന്നും മറക്കണ്ട. അപ്പോൾ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. ഇത്തവണ കറക്റ്റായി. ഇച്ചിരി എനർജി ഉണ്ടായിരുന്നില്ലേ? എനർജി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തവണ സുനീറല്ല, പനിയാണ്. ഇങ്ങേരിക്കും പനിയാണ്. ഈ വരുന്ന 6 എപ്പിസോഡ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത്, ഒരു കണ്ടസ്റ്റന്റ് പനിയായിട്ടും മറ്റൊരു കണ്ടസ്റ്റന്റ് പനിയായിട്ട് വരാതെയും ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എങ്ങനെ ഇപ്പം നമ്മൾ തന്നെ ഒരു 10 വീഡിയോ കാണിച്ചിട്ടുണ്ടാവും, അല്ല 20 വീഡിയോ കാണിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏത് എന്നാണ് ചോദിക്കുക. ഇവർ 2 പേരിൽ ഏത് നല്ലത്, അല്ലെങ്കിൽ 3 പേരിൽ ഏത് നല്ലതെന്ന് ചോദിക്കാറുണ്ട്. ഇനി അതല്ല, ഞങ്ങൾ സംസാരിക്കാം. നമ്മൾ കാണിക്കുന്ന ഒരാളും മോശമായിട്ടുള്ള ആൾക്കാരല്ല. എല്ലാവരും നല്ല രീതിയിൽ നല്ല പ്രൊഫൈലിൽ നിൽക്കുന്ന പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ ഇതൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടാവും. അവരിത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് നമ്മളൊരു കാർപ്പൻ്റർ ചേട്ടനെയും തുടങ്ങാം. അങ്ങനെ നാടൻ രീതിയിൽ അല്ലേ. നമ്മൾ അങ്ങനെ ഒരു പണി ഫുൾ കോൺട്രാക്ട് കൊടുക്കാറുണ്ട്, ലേബർ കോൺട്രാക്ട് കൊടുക്കാറുണ്ട്. അപ്പം ലേബർ കോൺട്രാക്റ്റ് ആണ് നമ്മളൊരു കാർപ്പൻ്റർ അല്ലേ, ആ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് നമുക്ക് അതിന് ആദ്യം വേണ്ടുന്നത് നല്ലൊരു ഇൻറ്റീരിയർ പ്ലാനാണ്. അതുണ്ടെങ്കിൽ ഈ ഒരു കാർപ്പൻ്ററിനെ കൊണ്ടും ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് അറിയാം, അല്ലെങ്കിൽ കുറച്ച് റെഫറൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫാൾ സീലിംഗ് ആയാലും ഒരു പാർട്ടീഷൻ വോൾസ് ആയാലും ഒക്കെ നമുക്ക് ആ രീതിയിലേക്ക് പോകാം. ഇനിയിപ്പോൾ വാർഡ്രോബിലേക്കൊക്കെ വരുവാണെങ്കിൽ നോർമലി അതിനൊക്കെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലേക്ക് ഒരു കളറും തീമും ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാം അല്ലേ. കാർപ്പൻറ്റേഴ്സ് പൊതുവേ ഒരു 2Dയോ 3Dയോ എടുത്തിട്ടല്ല അവർ ചെയ്യൽ. ഇപ്പോൾ കാർപ്പൻറ്റേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ ഡിസൈനൊക്കെ അവരുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവരത് ചെയ്യുന്നത് അവരൊരു സ്കിൽ വർക്കേഴ്സാണ്, അവർ സ്കിൽ ഡിസൈനേഴ്സ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവരോട് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്തു തരണം. പക്ഷേ അവരുടെ വർക്കുകൾ നമുക്ക് പോയി കാണാൻ സാധിക്കും. നേരത്തെ അവർ ചെയ്തത്, അല്ലെങ്കിൽ നമുക്കൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും അതൊരു ഡിസൈൻ ചെയ്ത് നമുക്ക് തരുമോ എന്നത് 100-ൽ ഒരു 10% പേര് അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ 90% പേരും അങ്ങനെ ഉണ്ടാവുന്നില്ല. അവർ കുറവാണ്. കാരണം അവർ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിൽ, പക്ഷേ ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും, ഭയങ്കര വർക്കേഴ്സ്. അതിപ്പം നിങ്ങളേത് ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ കൊണ്ട് ചോദിച്ചാലും വന്ന് ചെയ്യാൻ പോകുന്ന ഈ കാർപ്പൻറ്റേഴ്സ് തന്നെ ഇവരാണ് സത്യം. കാര്യം പണിയറിയുന്നവർക്കാണല്ലോ. അല്ലാതെ ഒരാളുടെ ഇപ്പം വന്നിട്ട് ആ ഉളി പിടിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കറിയാം ഉളി പിടിക്കാനായിട്ട്? അത് അവരുടെ തൊഴിലാണ്. അവരത് അത്ര ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഭയങ്കര സ്കില്ല് ചെയ്ത് വേണ്ട ഉളി പിടിക്കുന്നത്. ഞാൻ പണ്ട് ഈ സാധനം എൻ്റെ ഇതുപോലെ ഒരു രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ഞാൻ ഉളി പിടിക്കുക ഫസ്റ്റ് ഒന്ന് നമ്മുടെ അതൊരു കൈവഴക്കം ഉണ്ട് അതിന്. ഞാൻ ഒരുപാട് 2-3 ദിവസം പ്രയത്നിച്ചിട്ടാണ് ഉളി പിടിച്ച് ഞാൻ ഇത് ചെയ്യാൻ പഠിച്ചത്. കറക്റ്റ്. അതൊരു ചിന്തയിലിടുന്ന് കാണുന്നത് ഭയങ്കര രസമല്ലേ കാണുമ്പോൾ. ഉയരവും നമ്മളെ ചിന്തയിടുന്നൊക്കെ നമ്മൾ ഉയരെടുത്ത് പോകുന്നൊരു പണിയാണ്. ഞാൻ അങ്ങനെയാണത് പഠിച്ചത്. ഞാനത് പഠിക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അവരുടെ ഉള്ളിൽ ഇത് അവരുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാൽക്കുലേഷൻ മാത്രമല്ല, ഇൻബിൽറ്റ് ആയിട്ട് ഒരു വാസനയുണ്ട് അതിനകത്ത്. കണ്ടുവരുന്നതാണല്ലോ, സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുലത്തൊഴിൽ. അതിൻ്റെ ഒരു ബ്ലഡിന് മാത്രമുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് അതിനകത്ത്. ഇനി ഇപ്പൊ പഴയ രീതിയിൽ പിന്നെ വുഡ് ഭയങ്കര ഇതാണ്. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ പ്ലൈവുഡ്.
ന്യൂ ജനറേഷൻ പ്രൊഡക്റ്റുകളായിരുന്നു, പ്ലൈവുഡ്, MDF, HDF അങ്ങനെയുള്ള PVC ബോർഡ്, WPC ബോർഡുകളൊക്കെ. അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്ക് മിഷൻ വർക്ക്സ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പണ്ടത്തെ ചിന്തയിടലും കാര്യങ്ങളൊന്നും പ്ലൈവുഡിനകത്ത് ആവശ്യമില്ല. ജസ്റ്റ് എനിക്കൊന്ന് വേണം അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരും. അപ്പോൾ ആ രീതിയിലേക്ക് മാറുമ്പോഴേക്കും ഇവർക്ക് കുറച്ചുകൂടെ പണി എളുപ്പമാണ്. അത്രയും ഒരു കാര്യങ്ങൾ വരുന്നില്ല. സ്കില്ല് വേണം ഉറപ്പായിട്ടും, അല്ലേ? അപ്പോൾ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ തടിയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും 110% പെർഫെക്റ്റ് ഈ കാർപ്പൻ്റർ ചേട്ടന്മാർ 100%. അവരത് ചെയ്യുന്നത് അങ്ങനെയാണ്, അവരുടെ രീതി അതാണ്. ഇനി അതല്ല, അത് കഴിഞ്ഞിട്ടുള്ളൊരു വിഭാഗമാണ് ശരിക്കും ഇൻറ്റീരിയർ ഡിസൈനിങ് ഫോം എന്ന് പറയുമ്പോഴത്തേക്ക്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാർപ്പൻ്റർ ചേട്ടൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു വാറൻറ്റിയോ ഗ്യാരൻറ്റിയോ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ തരാനില്ല. പുള്ളി എന്തെങ്കിലും പണി ഇതുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്ന് ചെയ്യും, അത്ര തന്നെ ഉള്ളൂ. അതായത് ഇതൊന്നും ഇപ്പോൾ ഡോക്യുമെൻറ്റഡ് അല്ല എന്നുള്ളതാണ്. അവരുടെ കൊട്ടേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെ ഞാൻ മോശമാക്കി പറയുന്നതല്ല, അങ്ങനെയാണ് അവർ പേപ്പറിൽ എഴുതി കൊട്ടേഷൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അത് ഇപ്പോൾ അവർ എന്താ പറയുന്നത്, നിർബന്ധിതപൂർവ്വം ചെയ്തതാണ്. എല്ലാവർക്കും കൊട്ടേഷനായി, ഇങ്ങനെ ആൾക്കാർ കൊടുക്കുന്നതുകൊണ്ട് ഇവർക്കും ചെയ്യേണ്ടി വരുന്നു, കൊടുക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ചെയ്യാത്തവരുണ്ടാവും, അങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവരെന്ന് പറഞ്ഞാൽ അവർ കാലത്തിനനുസരിച്ച് നീങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അവർ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇൻറ്റീരിയർ ഫേം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ആൾക്കാർ ഇൻറ്റീരിയർ ഫേമായിട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അവരെ സമയത്ത് അവർക്ക് മനസ്സിലായി ഇനി ഇതാണ് നടക്കാൻ പോകുന്നത്, ഞങ്ങൾ ആ കാലത്തിനനുസരിച്ച് മാറണം, ഞങ്ങളുടെ പഴയ തലമുറ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണം എന്ന് അറിഞ്ഞുകൊണ്ട് അവരത് മാറി തുടങ്ങി. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അല്ലാതെ വരുന്നതാണ് നോർമലി ഇൻറ്റീരിയർ ഫേം. ഇത് ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു മേഖലയെ നമുക്ക് ഇൻറ്റീരിയർ പ്രൊഫഷണൽ ഇൻറ്റീരിയർ ഫേം എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെ ഒരു വലിയ സംഭവം ഇവിടെ കൊല്ലത്ത് വരാൻ പോകുന്നു. ഓ, അങ്ങനെയുണ്ടോ? എങ്ങനെ, അവരുടെ സംഘടനയോ? അല്ലല്ല, ഒരു ഇന്റീരിയർ ഫേം പുതിയത് നമ്മുടെ കൊല്ലത്ത് വരാൻ. ആരാണാവോ? ഒരു വലിയ ബ്രാൻഡ്, ഒരു ഫർണിച്ചർ ബ്രാൻഡ് കൊണ്ടുവരാൻ പോകുന്നു. നമുക്കൊക്കെ അറിയുന്നവർ തന്നെയാണോ? അറിയുന്നവർ തന്നെയാണ്. ഉടനെ തീരുമാനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കമ്മിങ് സൂൺ ബ്ലാസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അത് വരട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റീരിയർ ഫേം, എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഇൻറ്റീരിയർ ഫേമിൽ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മളെ വീട് ചെയ്യുന്നവർക്കുണ്ട്. കാര്യം ഇവരെ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് സത്യല്ലേ, അതൊരു പ്രശ്നമാണ്. കാര്യം അതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് വരെ ധാരാളം ആൾക്കാർ ഇതിനകത്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ റേഷ്യോ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം സോഷ്യൽ മീഡിയ അത്രയും ഓപ്പണായി. ഒരാൾ വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് ഒന്നും പറയാം, അവൻ എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ കൂടുതൽ മേടിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് കാണുന്നല്ലേ, എല്ലാവരും കാണുന്നു എന്ന് വന്നപ്പോഴത്തേക്കും ടെൻഷനായ ആൾക്കാർക്ക്. അത് പേടിയുണ്ട്, ഭയമുണ്ട്, എന്തെങ്കിലും അവരെന്തെങ്കിലും ചെയ്തു കളയുമോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിൾ റിവ്യൂ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ റിവ്യൂവിനകത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഒരു പ്രീമിയം ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരു ഫേം, അവരിലേക്ക് കസ്റ്റമർ പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗൂഗിൾ റിവ്യൂസ്, അവരുടെ സോഷ്യൽ മീഡിയ റിവ്യൂസ്, ഇതൊക്കെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തിട്ടാണ്. അത് ഒന്നാമത്തെ കാര്യമായി മാറിയിരിക്കുന്നു. കാര്യം ഇത് ഗൂഗിൾ റിവ്യൂസിന് ഒരുപാട് പെയ്ഡ് റിവ്യൂസ് ഒക്കെ ധാരാളം വരുന്നുണ്ടെങ്കിൽ പോലും ജെനുവിൻ കസ്റ്റമേഴ്സിനെ നമുക്ക് ഉറപ്പായിട്ടും അതിനകത്ത് കണ്ടെത്താൻ പറ്റും. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ അതെനിക്കൊന്ന് പ്രൊഫഷണലിസമായിട്ട് ചേർത്ത് നമുക്ക് വായിക്കാം. പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടീമായിരിക്കും. അതെ, ആദ്യം നോക്കേണ്ടത് അവരുടെ പ്രൊഫൈൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇന്റീരിയർ ഫേമിലേക്ക് കാർപ്പൻ്ററൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്റീരിയർ ഫേമിലേക്ക് പോകുമ്പോൾ ആദ്യം നോക്കേണ്ടത് അവരുടെ എന്താണ് ഹിസ്റ്ററി, അവരെന്താണ് നിലവിൽ ചെയ്തിരിക്കുന്നത്, അവർ ഇത്രയും കാലം ചെയ്ത് അവർ പ്രൊഫഷണൽ ആണോ എന്നുള്ളൊരു, അല്ലെങ്കിൽ അവരുടെ ഒരു ഇപ്പോൾ അവർ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഫെയിം ആണെങ്കിൽ അവരെന്താണ്, ആളെന്താണ് അല്ലേ, അത് വരാമല്ലോ. 2 സിറ്റുവേഷൻ ഉണ്ടാവും. ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, പക്ഷെ അവരെന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നാളെ ഒരു ഇൻറ്റീരിയർ ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇൻറ്റീരിയർ ഫേം ഇപ്പോൾ ഇല്ല. തുടങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ വരെ ഒരു വർക്ക് പോലും ചെയ്തിട്ടില്ല, പക്ഷേ ഇതുവരെ ഇല്ല കേട്ടോ പറയാ, ഞങ്ങളൊരു നൂലിട്ട് വെക്കുകയാണ് തോന്നാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഹിസ്റ്ററിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നത് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് മെയിൻ തിങ്ങാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് പണ്ട് ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നത് പ്രൈസിനൊരു വലിയ പ്രാധാന്യം കൂടി. ഇന്നും പ്രൈസിന് പ്രാധാന്യമുണ്ട്. കാര്യം എല്ലാവരും എന്താ പറയുക, ഏറ്റവും ലാസ്റ്റ് ശ്രദ്ധിക്കുന്നത് പണം എന്നുള്ള എത്രയാകും എന്നുള്ളതാണ്. അവിടെ ക്വാളിറ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തു തുടങ്ങി. ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് ക്വാളിറ്റി പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ അതിപ്പോൾ എല്ലാവരും വാറണ്ടി കമ്പൽസറി ആയിട്ട് ചോദിച്ചു തുടങ്ങി. മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്, മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മെറ്റീരിയലിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻസ് സാധനമാണ്. ഇപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് MDF ഏറ്റവും ബെസ്റ്റ്, ഇത് വിശിഷ്ടമായ സാധനം, ദൈവത്തിൻ്റെ സ്വന്തമായിട്ടോ നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള അറിവ് നമ്മുടെ കസ്റ്റമർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ ഞാൻ പല റീസെൻറ്റ് സ്ഥലങ്ങളും കണ്ടിരുന്നു, ഒരു 1-2 വർക്കുകൾ കണ്ടിരുന്നു. അവിടെ കൂടുതൽ HDF MDF തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ? പ്രധാനമായിട്ടും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇതിനകത്ത് പരാമർശിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഷൈൻ ടോം ചാക്കോയുടെ ഇൻ്റർവ്യൂ ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്യൂ സ്റ്റുഡിയോയിലെ മനീഷാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ മനീഷ്. ഞാൻ പറയണേ, ഇന്ന് സ്കൂളിലെ കുട്ടികൾക്ക് ആ ഇൻ്റർവ്യൂ ഒരു പാഠപുസ്തകമായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കൺമുന്നിൽ കാണുന്നിടം വരെ, നമ്മുടെ കൺമുന്നിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നിടം വരെ നമുക്കത് വിശിഷ്ടമാണ്. ശരിയല്ലേ? സത്യം എന്നത് ഞാൻ MDFനെ ചേർത്ത് പറഞ്ഞതാണ്. ഏത് ബോർഡും ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റും ആയിക്കോട്ടെ, അത് പ്രശ്നം വരുന്നിടം വരെ അതിന് യാതൊരു ഇഷ്യൂസില്ല. പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് അതിന് വരിക. ഞാൻ ഇൻ്റർവ്യൂ പറയാൻ കാര്യം വെച്ചാൽ പുള്ളി അത് ഫേസ് ചെയ്യുന്നു, അയാൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അത് കണ്ടില്ല, അത് ഭയങ്കര സന്തോഷം. നിങ്ങളൊന്ന് കണ്ടു നോക്കും, ഭയങ്കര സന്തോഷം. അതായത് അയാൾ നമ്മൾ ആരുമല്ല, അയാളെ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള പരിചയമുള്ള ഒരാൾ. പക്ഷേ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യും. കാര്യം അയാളെ മനസ്സിലാക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞൊരു ഡയലോഗ്, നമ്മുടെ കൺമുന്നിൽ നടക്കുന്നിടം വരെ ആ അപകടം എനിക്കൊരു കാഴ്ച മാത്രമായിരുന്നു, എനിക്ക് വന്നപ്പോഴാണ് അതെനിക്ക് എൻ്റെ ലൈഫിൽ നടക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എല്ലാം അങ്ങനെ തന്നെ. ഈ പ്രോഡക്റ്റിൻ്റെ കേസിലും അങ്ങനെയാണ് പ്രധാനപ്പെട്ട. ഇത് ധാരാളം പേര് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രീമിയം MDF മാറി HDFിലോട്ട് കുറേ ആൾക്കാർ HDHMR അത് കുറച്ച് ബെറ്റർ ആണെന്ന് പറഞ്ഞ് PVC ബോർഡും ഈ ഒരു കാറ്റഗറി തന്നെയാണ്. PVC ബോർഡിന് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവാണ്. പക്ഷേ PVC ബോർഡ് നല്ല ബ്രാൻഡുകൾ, ഇപ്പോൾ തോംസൺ പോലുള്ള, ഡെൻവുഡ് പോലുള്ള, സ്കെയിൽ വുഡ് പോലുള്ള, പിന്നെ നമ്മുടെ ബെസ്റ്റ് വുഡ് പോലുള്ള ഒരുപാട് കമ്പനി. ചില ഏരിയയിൽ PVC ബോർഡ് അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ വെറ്റ് ഏരിയാസ് വരുമ്പോഴത്തേക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഏറ്റവും നല്ല ഓപ്ഷൻ അത് തന്നെയാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഇപ്പോൾ വാറണ്ടി കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു. വാറണ്ടി തരുമ്പോൾ ഇതിനൊന്നും വലിയ പ്രശ്നമില്ല. എന്തെങ്കിലും ചെറിയ ഒരു ഇളക്കം തട്ടിയാലോ ഒക്കെ അവർ വന്ന് റിപ്പയർ ചെയ്ത് തരും എന്നുണ്ടെങ്കിൽ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. നമ്മൾ ആദ്യം പറഞ്ഞതിലൂടെ തിരിച്ചു പോകുന്നത്, ഇവർ വന്ന് ഒരു സ്ക്രൂ ഇളകി പോവാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു മിനി ഫിക്സ് അതിന് പ്രശ്നമാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ കമ്പനി എവിടെ നിന്നും ആയിക്കോട്ടെ, നല്ല സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർ പിറ്റേ ദിവസം 24 മണിക്കൂറിൽ അവരോട് റെക്ടിഫൈ ചെയ്യും. അത് കിട്ടണം. അതാണ് ആവശ്യം. കാരണം എന്ത് ചെയ്താലും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ എത്ര ഹൈ എൻഡ് പ്രൊഡക്റ്റ് ഇട്ടാലും കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് 100%. അപ്പോൾ അതിനകത്ത് പ്രോപ്പർ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ? ശരിക്കും സർവീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് സർവീസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിനകത്ത് ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്, അതിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ സർവീസിലോട്ട് വരുമ്പോൾ നമ്മൾ മാറ്റും. ശ്രദ്ധിച്ചാൽ മതി. തീർച്ചയായിട്ടും. കാര്യം എനിക്കൊരു പ്രൊഡക്റ്റ് എടുത്തു, എനിക്ക് ആ പ്രൊഡക്റ്റിന് കംപ്ലയിൻറ്റ് വന്നു, ആ കമ്പനി എനിക്ക് സർവീസ് ചെയ്ത് തന്നാൽ ഞാൻ 100% നാളെ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന അവരായിരിക്കും ഉറപ്പായിട്ടും. സർവീസ് ചെയ്യപ്പെടണമെങ്കിൽ ആ രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. ഏറ്റവും മോശം പ്രോഡക്റ്റ് ചെയ്ത ഇന്റീരിയർ വർക്കിനകത്ത് ആ കമ്പനിക്ക് പോലും സർവീസ് ചെയ്യാൻ പറ്റത്തില്ല. 2 സിനാരിയോയാണ്. ഇപ്പോൾ ഉദാഹരണം പ്രൊഡക്റ്റ്, പിന്നെ നമ്മുടെ ഹാൻഡ്ലിംഗ് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ക്ലോസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഇച്ചിരി പ്രായമായിട്ടുള്ള നമ്മുടെ അമ്മൂമ്മമാർക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളുന്നില്ല. അവർ യൂസ് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് വന്നാൽ അതും അവരാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. അതെ, പേ ചെയ്തിട്ടോ അല്ലാതെയോ, രണ്ടും കിട്ടണം. പേ ചെയ്താലും കിട്ടത്തില്ലാത്ത സർവീസുകളുണ്ടെന്നേ. അതുണ്ട് ഒരുപാട്. അയ്യോ, അതൊരു കോമൺ പ്രശ്നമാണ്. വലിയ ബ്രാൻഡ് സൈഡിൽ നിന്നും അങ്ങനെ വരാറുണ്ട്. കാരണം അവർക്ക് വർക്ക് കൂടിയിട്ട് എത്തിപ്പെടാൻ സാധിക്കാത്ത കേസുകളുണ്ട്. അതെ. അപ്പോൾ ഇതൊരു പ്രധാന സംഗതിയാണ് സർവീസ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ അവരുടെ ഒരു ഒരു ലെഗസിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. ആ രീതിയിൽ പ്രൊഫൈൽ കറക്റ്റ് അതിട്ട് ചെയ്തു തരുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു വീട് ചെയ്യാൻ മിനിമം 365 ദിവസം എടുക്കും അല്ലേ? മിനിമം ഒരു 365 ദിവസം വേണം. അതെ. നമ്മൾ ഇവരുടെ വർക്ക് കാണാൻ പോകാൻ 2 ദിവസം എടുത്തെന്ന് വെച്ചാൽ നമുക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകില്ല. ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ വർക്ക് പോയി കാണുക, പ്രീവിയസ് വർക്ക് നിർബന്ധമായി പോയി കാണുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം. പ്രീവിയസും ഒരു കൊല്ലം മുമ്പത്തെയും പറ്റുമെങ്കിൽ അത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വർക്കായിരിക്കും ഇവർ കാണിക്കുക. കാരണം അതാണ് ഇവരുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വർക്ക് അതായിരിക്കും. കാരണം ഏറ്റവും ഇപ്പോഴത്തെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ 1 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് അല്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. മൊത്തം മാറിയില്ലേ? ആ പാനലിംഗ് കൾച്ചർ ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ത്യയിൽ പെട്ടെന്ന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പാനലിംഗ് കൾച്ചറേ മാറി. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഏറ്റവും റീസെൻ്റായിട്ട് ഏത് വർക്കാണോ ചെയ്യുന്നത് അതുകൊണ്ട് കാണിക്കാനാണ് താല്പര്യം. പക്ഷേ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റെഫറൻസ് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ പഴയ വർക്കുകളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെൻറ്റ് വർക്കിൽ നമുക്ക് ഡിസൈൻ അഷർ ചെയ്യാൻ പറ്റും, പക്ഷേ അത്രത്തോളം ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ പഴയ വർക്ക് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്വാളിറ്റി എന്താണ്, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഉറപ്പായിട്ടും ഒരു ഡ്യൂറബിലിറ്റി ടെസ്റ്റ് തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് കിട്ടും. അത് ഞാൻ ഒരിക്കലും ഒരു വീഡിയോ കാണിച്ചിരുന്നേ. അതായത് 5 വർഷം കഴിഞ്ഞിട്ടുള്ള അലൂമിനിയം കിച്ചൺ. എൻ്റെ സുഹൃത്തായിട്ടുള്ള വിപിൻ എന്ന് പറഞ്ഞ ആളുടെ കിച്ചണാണ് പോയി കാണിച്ചത്. അതിൽ നമ്മുടെ ഈസ്റ്റേൺ നന്മ ഫ്ലാറ്റിലായിരുന്നു.
അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് കാണുന്നു, ഇതൊരിക്കലും പഴയ വർക്കല്ല, ഇത് പുതിയ വർക്കാണ്. ഈസ്റ്റേണിൽ ജോലി ചെയ്യുന്ന ഒരു മേഡത്തിൻ്റെ ആ വീട്, അവർ ഒരു തുള്ളി അഴുക്ക് അവിടെ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരത്തെ ഒരു OCD പ്രശ്നമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയാത്തത്. ആൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് പുള്ളിക്കാരത്തെ വൃത്തിയാക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അത് കണ്ടാൽ പുതിയ കിച്ചൺ പോലെ തോന്നും. എന്നിട്ട് പറയാണ് ഇതൊരിക്കലും പുതിയതല്ല, നിങ്ങൾ നുണ പറയുന്നതാണെന്ന്. ഞാനതിന് എടുത്തത് പക്ഷേ ഒരു അവാർഡായിട്ടാണ്. ആർക്കും എനിക്കുള്ളതല്ല, അവർക്കുള്ളത്. അതെ അതെ, അതിൽ അത്രയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിടുക. അതായത് ഇന്ത്യയിനകത്തൊരു മറ്റൊരു പ്രശ്നമാണ് ഈ പറഞ്ഞു വന്നത്. കാരണം എല്ലാം ചെയ്ത് ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്ക് പഴയ അവസ്ഥയാവും. വളരെ മോശം. ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനിക്ക് മാത്രമല്ല ഉത്തരവാദിത്തം ഉള്ളത്, കാശ് കൊടുക്കുന്നത് നമുക്കും വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്. നമുക്ക് മാത്രം വൃത്തിയാക്കി വെക്കുന്നത്. പക്ഷെ ആ ഉത്തരവാദിത്വം 90% ആൾക്കാർ കാണിക്കാറില്ല. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം ഡോർ അടയ്ക്കുന്ന കാര്യം തന്നെ പറഞ്ഞു, ഒരു മാന്യമായി ഡോർ അടയ്ക്കുക. നമ്മൾ പല സിറ്റുവേഷൻസ് പല മെന്റൽ പ്രഷറിലും വലുതായിട്ട് ഡോർ അടയ്ക്കാം. ഇതൊക്കെ ഇതിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്ത ഡോർ അടയ്ക്കാൻ പാടില്ല. അതെ, അപ്പൊ അത് നമ്മളോടൊന്ന് ശ്രദ്ധിക്കണം. ഈ കമ്പനി മാത്രം കുറ്റം പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും നമുക്കൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ മറച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരാളെ പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു കമ്പനിയെ പർച്ചേസ് ചെയ്യുമ്പോൾ, അത് കമ്പനി ആയിക്കോട്ടെ ഒരു കാർപ്പൻ്റർ ആയിക്കോട്ടെ, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ പ്രീവിയസ് വർക്ക്, അവരുടെ വർക്കിംഗ് ക്വാളിറ്റി, ഈ വർക്കിംഗ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ വർക്ക് അതല്ല, ഒരാൾക്കാരുടെ പെരുമാറുന്നത് വരെ ഒരു വർക്കിംഗ് ക്വാളിറ്റിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രധാനമായിട്ടും പ്രൊഡക്റ്റ്, ഈ കൺവിൻസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മൾക്കൊരു പ്രൊഡക്റ്റ് ഇന്നത് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വെച്ച് ചെയ്യാം, ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ്. ഇപ്പോൾ പല ആൾക്കാരും ഇൻറ്റീരിയർ ഫേമുകൾ അവരുടെ ഓൺ ബ്രാൻഡുകൾ അവർ ചെയ്യുന്നുണ്ട്. പ്ലൈവുഡ് ആയിക്കോട്ടെ, അവർ ഓൺ ബ്രാൻഡുകൾ ചെയ്യും. അല്ലാതെ സെപ്പറേറ്റ് നമ്മുടെ ഇവിടെ ഉള്ള ഫെമിലിയർ ബ്രാൻഡ്. പലരും ചിന്തിച്ചിരിക്കുന്ന ഓൺ ബ്രാൻഡ് ചെയ്യുന്ന മോശമാണ്. അങ്ങനെയൊന്നുമല്ല, ഓൺ ബ്രാൻഡ് ചെയ്താലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. കാര്യം ഈ പറയുന്ന ഫെമിലിയർ ബ്രാൻഡുകളെല്ലാം നമ്മുടെ കേരളത്തിൽ ഔട്ട്സോഴ്സ് ചെയ്ത് ആ ബ്രാൻഡുകളിൽ സീൽ ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ്. പക്ഷേ 710 എന്ന് പറയുന്ന മറൈൻ ബ്ലേഡുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ കുറച്ചുകൂടെ ബഡ്ജറ്റൊന്നും നമുക്ക് തരില്ല, പ്രോഫിറ്റ് കിട്ടാനായിട്ട് അങ്ങനെ പറയാം. ഇപ്പം ഞാൻ ഗ്രീൻ എടുത്താൽ എനിക്ക് 145 രൂപ അത് വെച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്നിടത്ത് എനിക്ക് എൻ്റെ ബ്രാൻഡാണ്, അതേ പ്രൈസിൽ എനിക്ക് എന്തെടുക്കാം, പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ വാറണ്ടി തരാൻ റെഡി ആണെങ്കിൽ പിന്നെ അതിന് പ്രശ്നമില്ല. ഇപ്പോൾ 25 വർഷം വാറണ്ടി തരുന്ന ഒരു കമ്പനി, ഈ വാറണ്ടിയിൽ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേക സ്പെസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. 5 വർഷം നമുക്ക് എന്തിനും റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. ഇൻറ്റീരിയർ ഫേമുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കി ലൈഫ് ലോങ് സർവീസ് വാറണ്ടി. ഈ സർവീസ് വാറണ്ടി പെയ്ഡാണ്. അത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ലേബർ കോസ്റ്റ് കൊടുക്കേണ്ടി വരും എല്ലാം അതിനകത്ത് വരും. അതൊരു പെയ്ഡ് വാറണ്ടിയാണ്. മറ്റേതെന്ന് വെച്ചാൽ അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ തരുന്നതാണ്. അതായത് തുരുമ്പ് വരിക, അതിനും ക്ലോസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ തുരുമ്പ് വരുന്നു എന്ന് പറയുന്നത് അത് അവർ വാറണ്ടിയിൽ കൊണ്ടുവരുന്ന സംഗതിയാണ്. മറൈൻ പ്ലൈവുഡിൽ എന്തെങ്കിലും ലെയർ ഇളകുകയോ പൊടി കുത്തിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, പിന്നെ ലാമിനേറ്റ് എന്തെങ്കിലും കളർ വേരിയേഷൻ, പക്ഷേ അത് കണ്ടീഷൻ സപ്ലൈഡാണ്. ലാമിനേറ്റ് കളർ വേരിയേഷൻ നാളെ ചീനച്ചട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിൽ മുട്ടിച്ച്, അതെ, അല്ലെങ്കിൽ ഇപ്പോൾ നെയിൽ പോളിഷ് ഒക്കെ റിമൂവറൊക്കെ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിമൂവർ, അതുപോലെ ഒരിക്കലും നിങ്ങൾ നെയിൽ പോളിഷ് റിമൂവർ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ ടിന്നറുകൾ, ഇതൊന്നും ഇതിൻ്റെ മേളിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഓവർ ക്ലീനിങ് പ്രശ്നം തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ, അസിഡിക് നേച്ചറുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ പ്രശ്നം വരും. അസിഡിക് നേച്ചർ എന്ന് വെച്ചാൽ ടൈല് ക്ലീൻ ചെയ്യുന്ന അല്ല ഇത് ക്ലീൻ ചെയ്യുന്നത്. ടൈലും ഇതും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ്. സത്യം പറഞ്ഞാൽ അസിഡിക് നേച്ചറുള്ള പ്രൊഡക്റ്റ് വെച്ചൊന്നും ക്ലീൻ ചെയ്യുന്ന തിന്നർ വെച്ചൊന്നും ചെയ്യുന്ന, പക്ഷേ ടൈലെല്ലാം തിന്നർ വെച്ചാൽ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടില്ല വേറെ ആരും അല്ലാതെ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ തിന്നർ വെച്ച് ചെയ്തിട്ട് PU ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കബോർഡിൻ്റെ മുകളിലോട്ട് ഇതിട്ടിട്ട് അത് മുഴുവൻ പോയി. എന്നിട്ട് രണ്ടാമത് റീപെയിൻറ്റ് ചെയ്യുമായിരുന്നു ഞാൻ. അത് വരും, കാരണം അതിൻ്റെ അത്രയും എന്താണ് പവറുള്ളൊരു മെറ്റീരിയൽ അല്ലേ. പിന്നെ PU എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് നേച്ചർ ആയതുകൊണ്ട് ഇത് ഹീറ്റ് കൂടെ ഉരുകി അങ്ങ് പോയി. പിന്നെ എന്നിട്ട് മുഴുവൻ അത് മാറ്റി ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൈസ് ഇതിനകത്തൊരു ഭാഗമാണോ? പ്രൈസ് ഭാഗമല്ല അല്ലേ, അങ്ങനെ തന്നെ പറയണം. ടു ബി ഫ്രാങ്ക് അങ്ങനെ പറയേണ്ടി വരും. നല്ല സാധനം കിട്ടാൻ ആൾക്കാർ ഇന്ന് പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നല്ലതായിരിക്കണം. ഇപ്പം നിങ്ങൾ ഒരേപോലുള്ള 2 കൊട്ടേഷൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിനെ പഠിച്ച് അതിനകത്തുനിന്ന് 10 രൂപ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുറവുള്ളവർക്ക് കൊടുക്കും. അതെ, ഈ ഒരേപോലുള്ള കൊട്ടേഷൻസ് എടുക്കുമ്പോഴും പ്രശ്നമുണ്ട്. അതിനകത്ത് അവർ ഏതൊക്കെ മെറ്റീരിയലാണ് കൊട്ടേഷൻ മേടിക്കുമ്പോൾ തന്നെ അവരുടെ പറയാം പക്ക ഡീറ്റെയിൽ ആയിട്ട് ഏത് ഗ്രേഡ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്,
ഓക്കെ. ഇപ്പോൾ സ്റ്റീൽസിൻ്റെ മെറ്റീരിയൽ, ഇപ്പോൾ ആക്സസറീസ് ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത് അത് സെയിം, എന്നാലേ നമുക്ക് സെയിം ആയിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആക്സസറീസ് എപ്കോ ഒരാൾ ഉപയോഗിക്കുന്നു, മറ്റൊരാൾ സ്ലീക്ക് ഉപയോഗിക്കുന്നു, രണ്ടും രണ്ട് റേറ്റായി. അപ്പം അതുവരെ വ്യത്യാസം ഈ കൊട്ടേഷൻ്റെ റേറ്റിൽ വ്യത്യാസം കൊണ്ടുവരാം. അപ്പം പ്രോപ്പറായിട്ട് സെയിം ഒന്നീ നമ്മൾ ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സജഷൻ എടുത്തിട്ട് മറ്റൊരാൾക്ക് ഈ ഒരു സെയിം സജഷൻ കൊടുക്കുക അല്ലേ. അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒരേയോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എനിക്ക് എസ്റ്റിമേറ്റ് തരുന്നത് അവരെൻ്റെ വീട് പോലും കാണാതെ എസ്റ്റിമേറ്റ് തന്നു എന്നുള്ളത്. നിങ്ങൾ പ്ലാൻ അയച്ചു കൊടുക്കുമ്പോഴാണ് ഒരു എസ്റ്റിമേറ്റ് തരുന്നത്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് തന്നെയാണ്, പേര് പോലെ തന്നെ ഒരു എസ്റ്റിമേറ്റാണ്, ഏകദേശ രൂപം, ഫൈനലൈസ്ഡ് എമൗണ്ട് അല്ല. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തരുന്ന. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കോട്ടയത്തിരിക്കുന്ന ഒരാൾ എന്നെ തിരുവനന്തപുരത്തു നിന്നൊരു കസ്റ്റമർ വിളിച്ച് എനിക്ക് എസ്റ്റിമേറ്റ് തരാൻ പറഞ്ഞാൽ എനിക്ക് കോട്ടയത്തു നിന്ന് 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ വണ്ടിക്കൂലി മുടക്കി നിങ്ങളുടെ വന്ന് തരുന്നതിന് പകരം സമയവും പണത്തേക്കാൾ ഉപരി എൻ്റെ സമയം അതിനകത്ത് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അതിന് പകരം അവർ നിങ്ങളുടെ പ്ലാൻ മേടിച്ച് നിങ്ങൾക്കൊരു എസ്റ്റിമേറ്റ് തരും. ആ എസ്റ്റിമേറ്റ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ട എന്ന് ബോധ്യപ്പെട്ട് അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സൈറ്റിൽ വന്ന് നിങ്ങളുടെ അളവെടുത്ത് കൃത്യമായിട്ടുള്ള എത്തി തരും. അത് എസ്റ്റിമേറ്റല്ല തരിക, അത് കൊട്ടേഷനാണ് തരിക. ഇതിന് രണ്ട് പേരാണ്. ഒന്ന് എസ്റ്റിമേറ്റ് കൊട്ടേഷൻ എന്നും മറ്റൊന്ന് കൊട്ടേഷൻ എന്നും. പ്രോപ്പറായിട്ടുള്ള കൊട്ടേഷൻ. കാരണം അത് എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഇലക്ട്രിക്കൽ ഡയഗ്രാമോടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കറിയാം ഇന്ന സ്ഥലത്തിൽ അത് വെക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടൊരു ബേസിക് ഐഡിയ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് മതി. ഒരു റഫ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കോസ്റ്റായി. പിന്നെ ആ കോസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് പറയാം ഓക്കെയാണ്, നമുക്ക് ഈ കോസ്റ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ പ്രൈസ് കുറച്ചുകൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ വർക്ക് ചെയ്യണമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. അതൊക്കെ നമുക്കൊരു നല്ലൊരു ഫൈനലൈസ്ഡ് രൂപം കൊണ്ടുവരാം അല്ലേ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് പണി നമ്മൾ പറഞ്ഞു 1 വർഷം എടുക്കും തീരാൻ. അതുപോലെ തന്നെ ഇതിനൊരു ടൈം ലൈൻ ഉണ്ട്. ഇപ്പോൾ 2 മാസമോ 3 മാസമോ അത് കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. 45 ദിവസം തൊട്ട് 60 ദിവസം വരെയാണ് നോർമലി ഉള്ള ഒരു ഐഡിയൽ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ലാഗും ഒക്കെ ഇതിനെ ബാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ടൈം ലൈൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫേം ആണോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തിയാൽ നന്നായിരിക്കും അല്ലേ. അത് ഒരു തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അവർക്ക് ഇപ്പോൾ ഒരുപാട് വർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നല്ലതാണോ എന്നില്ല. പ്രോപ്പറായിട്ട് നമ്മുടെ ആവശ്യം നമ്മുടെ ടൈം ലൈനിനുള്ളിൽ നമ്മുടെ വർക്ക് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അത് കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മൾ കോൺട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതിന് എന്താണ് പല രീതിയിൽ കോൺട്രാക്ട് കൊടുക്കാം. ഞാൻ ഇന്ന റേറ്റ് ഇല്ല. നമ്മൾ ഒരു വീടിൻ്റെ കാര്യം പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അളന്ന് തിട്ടപ്പെടുത്തി ഫൈനൽ റേറ്റ് പറയാവുന്നതുകൊണ്ട്, അല്ലാതെ നമ്മളുടെ വർക്ക് ഇന്നതാണ്, ഇന്ന റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. കൃത്യമായി വ്യക്തമായി എന്ത് പ്രോഡക്റ്റ്, ഏത് ബ്രാൻഡ്, ഏത് മെഷർമെൻറ്റ് എല്ലാം കൃത്യമായി എത്രത്തോളം നമുക്ക് കൃത്യമായിട്ട് ഒരു കോൺട്രാക്റ്റ് കിട്ടാവോ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെയാണ് പൊതുവേ ശ്രദ്ധിക്കേണ്ടത്. ഫെയിമിനെ കുറിച്ച് ബ്രാൻഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഏറ്റവും ലോക്കലി ബെസ്റ്റ് ആയിട്ടുള്ളവർ ചൂസ് ചെയ്യുന്നില്ല. അതെ, ലോക്കലിയോ അല്ലാതെയോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇപ്പം ഏറ്റവും ബെസ്റ്റ് തരുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണേലും നിങ്ങളതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ഇവിടെയും വരുത്താം, നമുക്ക് ഇവിടെ ഇരുത്തി സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ്, നമ്മുടെ എല്ലാ പേജും ഈവൻ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഇതിനകത്ത് ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ചില ക്ലാരിറ്റി പ്രശ്നങ്ങളുള്ളിടത്താണ് ഞങ്ങൾ മാസ്റ്ററിനെ വിളിച്ചിരുത്തി സംസാരിക്കുന്നത്. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് വരണോ? വരാം. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരാൾ ഇതുവരെ വന്നിട്ടില്ല. ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് ഒരാൾ, ഒരു വീട് വെച്ച ഒരാൾ അവരുടെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷൂട്ടിംഗ് ഡേറ്റ് എന്താണെന്ന് പറയാം. ആ ഡേറ്റിൽ നിങ്ങൾക്ക് വരാം, വന്നിരുന്ന് സംസാരിക്കുക. നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന അങ്ങനെയുള്ളവർക്കും വരാം. നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത്, കറണ്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതാണോ അതിനെക്കുറിച്ച് സംസാരിക്കുക. അതും ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. പിന്നെ ഉറപ്പായിട്ടും. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം നമുക്ക് അടുത്ത വീഡിയോയും. അതുവരേക്കും വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.